ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് വേസ്റ്റ് മെറ്റീരിയൽസൊക്കെ വെച്ചിട്ടാണ് ഇന്നത്തെ ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിന് ഞാൻ ആദ്യം ഒരു കട്ടിയുള്ളൊരു ബ്രൗൺ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. നമുക്ക് വൈറ്റ് ആണെങ്കിലും കുഴപ്പമില്ല, പിന്നെ പെയിൻ്റ് അടിച്ച് നിൽക്കണമല്ലോ എന്നൊക്കെ വെച്ചിട്ട് ബ്രൗൺ തന്നെ അങ്ങ് എടുത്തു. വൈറ്റ് പേപ്പർ ആണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഒന്നുകിൽ ഫുൾ വരെ അറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ വൈറ്റിൻ്റെ ആ കാണുന്ന ഭാഗം മാത്രം നമുക്ക് പെയിൻ്റ് അടിച്ചെടുത്താലും മതി. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന വേസ്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എഗ് ആണ്. അപ്പോൾ എഗ് ഒക്കെ ഞാനിങ്ങനെ കളക്ട് ചെയ്ത് വെക്കാറുണ്ടായിരുന്നു. അതിൻ്റെ എന്തെങ്കിലും ഫ്ലവറൊക്കെ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ. അപ്പോൾ ഞാനിതിൻ്റെ നടുക്കൊരു കോൺ പോലെ 2 ഷേപ്പുണ്ട്, അത് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് അത് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഫ്ലവർ പോലെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അത് ഒരു ഷേപ്പ് കൊടുത്തിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഓരോരോ പീസാക്കി എടുക്കാം. നടുക്കൊരു ഹോളുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഫ്ലവർ ഉണ്ടാക്കണമെന്ന് എടുത്ത് വെച്ചിരുന്നതാണ് കേട്ടോ. പിന്നെ ഓരോന്നും നമ്മൾ ഫ്ലവർ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കത്തില്ല, എഡ്ജസ് മാത്രം, അങ്ങനെ ഓരോന്ന് കട്ട് ചെയ്തിട്ട് ഓരോന്നും ഇതും കട്ട് ചെയ്തെടുത്ത് ഞാൻ എടുത്തു വെച്ചതിനകത്തിൽ എനിക്ക് 2 കളർ ട്രേസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എപ്പോഴും ഈ ഒരു കളർ മാത്രമാണെങ്കിൽ നമുക്ക് ഫുൾ അങ്ങനെ തന്നെ വെച്ച് നോക്കിയപ്പം അതൊരു ഡെക്കോറായിട്ട് വെക്കാൻ തോന്നിയായിരുന്നു. പക്ഷേ പിന്നെ യെല്ലോയും കൂടി ആയതുകൊണ്ട് ഞാനതിന് ഗ്രീൻ പെയിൻറ്റ് അടിച്ചു കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇത് ആദ്യം ഇങ്ങനെ ഓരോ പെറ്റൽസ് ചെയ്ത് എടുത്തിട്ട് നമുക്ക് ഈ കോണിൽ ഫുള്ളായിട്ട് അറ്റമൊന്നും ചെറുതായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ട് ഇച്ചിരി ഗ്യാപ്പ് വിട്ടിട്ട് മുകളിലോട്ട് ഒരു ട്രീയുടെ ഷേപ്പിൽ നമുക്കിത് മൊത്തം ഒട്ടിച്ചു കൊടുക്കാം. നല്ല കട്ടിയുള്ള നല്ലൊരു ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഫെവിക്കോൾ ഇട്ട് അത്ര ഒട്ടുന്ന ഇത് തോന്നിയില്ല. ഗ്ലൂ ഗണ്ണൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ഞാൻ ഫുൾ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ തന്നെ എനിക്കൊരു ഇങ്ങനെ വെച്ചാലും ഒരു ഡെക്കോർ പോലെ കൊള്ളാമെന്നൊക്കെ തോന്നി. പക്ഷേ എന്നാലും ക്രിസ്മസിൽ ഗ്രീൻ തന്നെ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ഗ്രീൻ കളർ മൊത്തം എല്ലാത്തിനും അങ്ങ് പെയിൻ്റ് അടിച്ചു കൊടുത്തു. ആദ്യം കൊടുത്ത പെയിൻ്റ് അത്ര ഇത് തോന്നിയില്ല, ഇപ്പോൾ ഇതാന്ന് തോന്നുന്നു കറക്റ്റ് കളറെന്ന് തോന്നിയിട്ട് ഇങ്ങനെ ഫുൾ അങ്ങ് പെയിൻ്റ് അടിച്ചെടുത്തപ്പോൾ വലിയ കുഴപ്പം തോന്നിയില്ല. പിന്നെ ഞാനതിന് അതിൻ്റെ തന്നെ ബാലൻസ് ഒരു ട്രേ എടുത്തിട്ട് ഒരു സ്റ്റാർ കട്ട് ചെയ്തെടുക്കാമെന്ന് വെച്ചു. എന്നിട്ട് 2 എണ്ണം കട്ട് ചെയ്തിട്ട് ഗോൾഡൻ പെയിൻ്റ് അടിച്ച് കൊടുത്ത് നമ്മുടെ സ്റ്റാർ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് വെക്കാം. അതിൻ്റെ അകത്തൊരു സ്റ്റിക്ക് വെച്ചെടുത്തിട്ട് ഇപ്പം നമ്മൾ കോൺ മടക്കുമ്പോൾ മുകളിലൊരു ഹോള് വരുമല്ലോ, അപ്പോൾ ജസ്റ്റ് അതിലേക്കൊന്ന് ഇറക്കി കൊടുത്തേ ഉള്ളൂ. അങ്ങനെ വന്നില്ലെങ്കിൽ നമുക്ക് ഒട്ടിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടും വേസ്റ്റ് മെറ്റീരിയൽസ് തന്നെ വെച്ചുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. ചുമ്മാ ലൈറ്റൊക്കെ കൊടുത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മുടെ എൻട്രൻസിൻ്റെ എവിടെയെങ്കിലുമൊക്കെ ടേബിളിലൊക്കെ ചുമ്മാ അറേഞ്ച് ചെയ്ത് വെക്കാനൊരു കുഞ്ഞ് ഡെസ്കോറായിട്ട് വെക്കാം. അപ്പോൾ ഈ ക്രിസ്മസ് ക്രാഫ്റ്റും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പെയിൻറ്റ് കൊടുത്താണോ പെയിൻറ്റ് കൊടുക്കാതെ വെച്ചായിരുന്നോ കുറച്ചുകൂടെ ഭംഗിയെന്നതും കൂടി കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്ത വേറൊരു ക്രിസ്മസ് ക്രാഫ്റ്റുമായിട്ട് വരാം. ബൈ, താങ്ക് യു.